ഇവിടുത്തെ പാവം കർഷകരുടെ വിചാരം ഏറ്റവും ചെറിയ കക്ക കായൽ കക്കയാണെങ്കിൽ പോലും അതാണ് പച്ചക്കക്ക എന്നാണ് കർഷകരുടെ വിശ്വാസം. ഒരു കായ്ക്കാത്ത മാവ്, പ്ലാവ് അല്ലെങ്കിൽ മറ്റ് ഏത് ഫലവൃക്ഷമാണെങ്കിലും കായ്ക്കും. ഒരു പൂക്കാത്ത ചെടിയാണെങ്കിൽ പൂക്കും. ബീറ്റർ കോൺ എന്ന് പറയുന്ന അടിക്കുന്ന സാധനത്തിൽ മാത്രമേ ഇത് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇവിടെ പൊടിക്കുന്ന പല ചെറിയ കമ്പനികളുണ്ട്. അവരൊക്കെ സാധാരണ അരി ഇടിക്കുന്ന പോലെയുള്ള ചെറിയ കക്ക കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അഡ്വർടൈസ്മെന്റ് കണ്ട് വളം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ശുദ്ധമായ എല്ലുപൊടി ഏതാണ്, ശുദ്ധമായ വേപ്പിണ്ണാക്ക ഏതാണ്, ശുദ്ധമായ ജൈവവളം ഏതാണ് തിരിച്ചറിയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ അവരോട് നമ്മൾ പറയും, ഞാൻ പറയുന്നത് മാത്രമല്ല ശരി, നിങ്ങൾ ജസ്റ്റ് വന്ന് ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്ത് റോ മെറ്റീരിയൽ കണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഗുണം നോക്കി വേണമെങ്കിൽ കുറച്ച് സാധനം നമ്മൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം. ഇത് കെർണൽ നീം പൗഡറാണ്. സാധാരണ നീം പൗഡറിൻ്റെ 3 ഇരട്ടി പവറാണ് ഈ ഒരു കെർണൽ നീം പൗഡറിനുള്ളത്. അതുകൊണ്ട് തന്നെ നീം പൗഡർ 3 കിലോ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇത് 1 കിലോ ഉപയോഗിച്ചാൽ മതി. അത്രയും റിസൾട്ട് ഉള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ്. കൂടാതെ ഇത് ഗോട്ട് മാനുവർ, ബോൺ മീൽ, നമ്മുടെ എല്ലുപൊടി, ഇത് ചൗമീൽ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഒത്തിരി പേര് ചോദിച്ച പോട്ടിംഗ് മിക്സറാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. കൂടാതെ pH ബൂസ്റ്റർ, ഏതൊരു കൃഷി ചെയ്യുന്നതിന് മുമ്പും മണ്ണിനെ നമ്മൾ ഒരുക്കേണ്ട pH ബൂസ്റ്ററാണ് ഈ കയ്യിലിരിക്കുന്നത്. ഇത് കൗഡങ്, ചാണകപ്പൊടി. കൂടാതെ ഇത് ഒത്തിരി പേർക്ക് ഈ ഒരു വളം ഉപകാരപ്രദമാകും. ഇത് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു വളമാണിത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വളങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? എന്നെ പരിചയപ്പെടുത്താം. ഞാൻ കൃപ ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ MD ആണ്. എൻ്റെ പേര് വേണു അനിരുദ്ധൻ എന്നാണ്. പഴയൊരു 82 MSc കെമിസ്ട്രി എടുത്ത ഒരു അധ്യാപകനാണ്. പക്ഷേ എനിക്ക് ഫീൽഡ് ഇത് പരിചയമുള്ളതിനാലും എനിക്ക് ഇതിനുമായിട്ട് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഈ പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാപനം ഉണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുമ്പോൾ 74 ഈ സ്ഥാപനം കേരള അഗ്രി ഹോർട്ടിക്കൾച്ചർ ഫാം എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഡെവലപ്പായിട്ട് കേരള ഈ പറഞ്ഞ ബോൺ ഫാക്ടറി ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കൃപ ബോൺ ഇൻഡസ്ട്രീസ് ആയി. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ കൃപ ബോൺ ഇൻഡസ്ട്രീസ് മാത്രമല്ല, ഇതൊക്കെ വിദേശത്തേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പോരാ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണമെന്ന് പറഞ്ഞ കാരണം 89 തുടങ്ങി നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ 2022 പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഫേം ആയത്. ഇപ്പോഴും ആ കമ്പനിയുടെ MD മാനേജിംഗ് ഡയറക്ടർ ഞാൻ തന്നെയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ 10 പാർട്ട്നേഴ്സ് ഞങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിദേശത്തേക്ക് അയക്കുന്നുണ്ട് കുറേ പ്രൊഡക്റ്റുകൾ. ഈ വിദേശത്തേക്ക് അയക്കുന്ന പ്രൊഡക്റ്റുകളിൽ ക്വാളിറ്റി അഷുറൻസ് നമുക്കുള്ളതിനാൽ 1998 ആദ്യമായിട്ട് പച്ചക്കക്ക മലേഷ്യക്ക് വേണ്ടി നമ്മൾ കയറ്റി അയച്ചു തുടങ്ങിയത്. പിന്നെ അവിടെ തുടങ്ങി നമ്മൾ അവർക്ക് വേണ്ട ഓരോ പ്രൊഡക്റ്റുകളും അവർ പരിചയപ്പെട്ടു, അവരത് ചോദിച്ചു, അവർ മനസ്സിലാക്കി, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഈ പഴയ കെമിസ്ട്രിയുടെ ഗുണമുള്ളത് കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം മറുപടി പറയാൻ പറ്റും. ആ മറുപടി നമുക്ക് പറയാൻ ഗുണം ചെയ്തു. കാരണം അവർ ചോദിച്ച പല പ്രൊഡക്റ്റിലും അവർ പറഞ്ഞ ന്യൂനതകൾ നികത്തി. ഇപ്പോൾ സാധാരണ ഒരു ചെടിക്ക് വേണ്ട പ്രൈമറി വളമാണ്, സെക്കൻഡറി വളമാണ്, ട്രീഷറി വളമാണ്, PGPR ആണെന്ന് അവർ പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഏതൊക്കെ PGPR കിട്ടും, കേരളത്തിൽ ഏതൊക്കെ പ്രൈമറി കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ഇൻട്രാക്ഷനിൽ വളരെയധികം നമ്മൾ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പല കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു വളരെയധികം പ്രാവശ്യം അവിടെ നടന്ന മലേഷ്യ, സിംഗപ്പൂർ, ഖത്തർ അങ്ങനെ പല മീറ്റിങ്ങുകളിലും അവർക്ക് റോ മെറ്റീരിയൽ കൊടുക്കുന്ന ആളുകളായിട്ട് ഇന്ന ചെയ്യണം, ഈ രീതിയിൽ ചെയ്യണം എന്ന് പറയിപ്പിക്കാൻ വേണ്ടി നമ്മളെ പല പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. എക്സ്പോർട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല. അതായത് അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാലോ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് എല്ലുപൊടി വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ എല്ലുപൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 90% അവർ വളരെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ആസിഡിലാണ് അത് വാഷ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു ഓർഗാനിക് എല്ലുപൊടി ഉണ്ടാക്കുക ആ രീതിയിലാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് നമുക്ക് നേരിട്ട് കാണാവുന്ന ഫാക്ടറി. ഈ ഒരു ഫാക്ടറിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ക്വാളിറ്റിയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. ഇല്ലേ സാർ? തീർച്ചയായിട്ടും. നമുക്കറിയാം കാര്യങ്ങൾ അത്രയ്ക്ക് സുതാര്യമല്ലേ? കാര്യങ്ങൾ എല്ലാം സുതാര്യമാണ്. കാരണം ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കർഷകനായാലും കർഷക ഗ്രൂപ്പാണെങ്കിലും കർഷക കൂട്ടായ്മയ്ക്കും കയറി കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെന്തുള്ളൂ
ക്ലാരിറ്റി ഉള്ളൂ. ആ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മളത് അത്രയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വളരെ നല്ല രീതിയിൽ ഇപ്പം നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വളരെയധികം കർഷക കൂട്ടായ്മകളുണ്ട്. ഈ കർഷക കൂട്ടായ്മകൾ ഒന്നും രണ്ടും അല്ല, വളരെയധികം കൂട്ടായ്മകളാണ്. ഈ കൂട്ടായ്മകൾക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് കണ്ട് വളം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ശുദ്ധമായ എല്ലുപൊടി ഏതാണ്, ശുദ്ധമായ വേപ്പ് പിണ്ണാക്ക ഏതാണ്, ശുദ്ധമായ ജൈവവളം ഏതാണ് തിരിച്ചറിയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ അവരോട് നമ്മൾ പറയും, ഞാൻ പറയുന്നത് മാത്രമല്ല ശരി, നിങ്ങൾ ജസ്റ്റ് വന്ന് ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്ത് റോ മെറ്റീരിയൽ കണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഗുണം നോക്കി വേണമെങ്കിൽ കുറച്ച് സാധനം നമ്മൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം, നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കുക. ഈ പ്രൈമറി സെക്കൻഡറി ടീഷറി PGPR എന്ന് പറഞ്ഞാൽ പോരാ, അതെങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കി നിങ്ങൾ ചെടിക്ക് ഉപയോഗിച്ച് നോക്കുക. ആ ചെടിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായിട്ടും ഒരു കായ്ക്കാത്ത മാവ്, പ്ലാവ് അല്ലെങ്കിൽ മറ്റ് ഏത് വലവൃക്ഷമാണെങ്കിലും കായ്ക്കും, ഒരു പൂക്കാത്ത ചെടിയാണെങ്കിൽ പൂക്കും. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം മതി നിങ്ങൾ വളം വാങ്ങിക്കുന്നത്. അതിനുശേഷം കേരളത്തിലുടനീളം, കേരളത്തിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അതുകൊണ്ട് വിദേശം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വിദേശത്തേക്ക് നമ്മൾ ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ കേരളത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ 2000 രൂപ 3000 രൂപ ഉള്ള ഓർഡർ പോലും നമ്മൾ അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡെലിവറി സൗകര്യം ഉള്ള അല്ലേ ഫാക്ടറി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയായാലും എത്തിച്ചേരാനുള്ള സൗകര്യം നിലവിലുണ്ട് ഇല്ലേ സാർ? ഇപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് വളം കൊണ്ടുപോകുന്ന ഒരു ആളാണ് വെറൈറ്റി ഫാർമർ. വെറൈറ്റി ഫാർമർ ഇവിടെ വളം കൊണ്ടുപോകുന്നു, അവർ ഉപയോഗിക്കുന്നു, റിസൾട്ട് കാണുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ട് നമ്മൾ എത്രയോ സ്ഥലത്ത്, എനിക്ക് തോന്നുന്നു 100-500 വീടുകളിൽ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാർ, സാധാരണ ഒരു ഫാക്ടറി പോയി കഴിഞ്ഞാൽ അവർ റെഡിമെയ്ഡായിട്ട് ചെയ്തു വെച്ചേക്കും. പക്ഷേ ഇവിടെ ഒരുപാട് കർഷകർ പറഞ്ഞു കേട്ടതാണ്, ഇവിടെ വന്നിട്ട് അവർ പറയുകയാണെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അവർ പറയുന്ന പ്രോഡക്റ്റുകളെല്ലാം ചേർത്തിട്ട് അവർ പറയുന്ന രീതിയിൽ ഇവിടെ നിന്ന് റെഡിയാക്കി കൊടുക്കുമെന്ന് കേട്ടത്. നമ്മൾ അതങ്ങനെ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇടുക്കിയിൽ നല്ല കർഷകരുണ്ട്. വളരെയധികം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കർഷകരുടെ കൂട്ടായ്മയുള്ളത് ഇടുക്കിയാണ്, പിന്നെ വയനാടാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് കൃഷി ചെയ്യാവുന്ന സാധനമാണ് ഏലം. ഏലത്തിന് സാധാരണ ഉണ്ടാകുന്ന രോഗങ്ങൾ അഴുകലാണ്. പിന്നെ അത് കൂടുതലും കൂടാണ്ട് നിമവിര കയറി അതിനെ ആക്രമിക്കും. ഇതിന് ഏറ്റവും നല്ല പിണ്ണാക്ക് ഉങ്ങിൻ പിണ്ണാക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു ഉങ്ങിൻ പിണ്ണാക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ സാറെന്ന് ചോദിച്ചു. നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 12 കൂട്ടം പിണ്ണാക്ക് എന്ന് പറഞ്ഞ ഒരു മിക്സർ ഇവിടെയുണ്ട്, അതിൽ ചേർക്കുന്ന ഒരു പ്രൊഡക്റ്റ് മരോട്ടി പിണ്ണാക്കും ഉങ്ങിൻ പിണ്ണാക്കുമാണ്. അപ്പോൾ അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോയി അവരെയും കൂട്ടി പോയി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ആദ്യമായിട്ടാണ് അവർ ഉങ്ങിൻ പിണ്ണാക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് നമ്മൾ ഉങ്ങിൻ പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടാതെ എല്ലിൻ്റെ മജ്ജ, മാംസം, ചൗമീൽ, അതുപോലെ തന്നെ ഈ വേപ്പിൻ പിണ്ണാക്കിൽ കെർണൽ എന്ന് പറഞ്ഞൊരു വേപ്പിൻ പിണ്ണാക്കുണ്ട്. ആ കെർണൽ വേപ്പിൻ പിണ്ണാക്കൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് അവരെ മുമ്പിൽ വെച്ച് പൊടിച്ച് അതിൽ നിന്ന് വന്നിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ 5 കിലോ 10 കിലോ 25 കിലോ വേണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുത്തു. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് 10 കൂട്ടം പിണ്ണാക്ക് അല്ലെങ്കിൽ 12 കൂട്ടം പിണ്ണാക്കുന്നത് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ട് ഇപ്പോൾ ടൺ കണക്കിന് കൊണ്ടുപോകുന്ന എസ്റ്റേറ്റ് ഓണേഴ്സ് ഇപ്പം നമുക്ക് ഇടുക്കിയിലുണ്ട്, കസ്റ്റമറായിട്ടുണ്ട്. ഇടുക്കിയിൽ നെടുങ്കണ്ടമാണെങ്കിലും പൂപ്പാറയാണെങ്കിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതിൽ നമുക്ക് അവിടെ അൻസാർ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അൻസാർ അവിടെ ഓർഡർ എടുക്കും, കാര്യങ്ങൾ കൊടുക്കും. ഈ 10 കൂട്ടം പിണ്ണാക്ക് എടുക്കുന്ന ആളുകൾ 10% ഉള്ളൂ. വില കുറഞ്ഞ സാധനങ്ങളുണ്ട്. എക്റ്റിക്കിൻ്റെ ഒരു വില കുറഞ്ഞ ജൈവവള കൂട്ടുണ്ട്, അത് കഴിഞ്ഞ് സൂപ്പർ എന്ന് പറഞ്ഞൊരു കൂട്ടുണ്ട്. ഇതിനൊക്കെയാണ് കൂടുതൽ. കാരണം അത് നമ്മൾ കർഷകർക്ക് വേണ്ടി 10-20% വില കുറവിലാണ് ഡെലിവറി കോസ്റ്റ് അടക്കം നമ്മൾ അവിടെ സപ്ലൈ ചെയ്യുന്നത്. അൻസാറാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ഈ പ്രോഫിറ്റിന്റെ പുറകെ പോയി ജൈവവളത്തിൽ തുടങ്ങി രാസവളത്തിലോട്ട് പോയിട്ടുണ്ട് ഫാക്ടറികൾ. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഈ ജൈവവളത്തിൽ തന്നെ? അതായത് ജൈവവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ചെടി, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരം തന്നെയാണ് ചെടിയുടെ ശരീരം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു കൃഷി രീതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ആ ബോണ്ട് നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആയുർവേദം എങ്ങനെയാണ്, ഒരു അലോപ്പതി എന്താണ്, ഒരു ഹോമിയോപ്പതി എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഓർഗാനിക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ഒരു 1000-കണക്കിന് ജൈവവള കമ്പനികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കൂണുപോലെ വന്നിട്ടുണ്ട്, ഭയങ്കര പോയിട്ടുണ്ട്, അതില്ല. പക്ഷെ നമ്മൾ വളരെ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറയുന്ന പോലെ വളരെ സ്ലോയിലാണ് നമ്മുടെ ഗ്രോത്ത്. ഒരു കമ്പനി 75-ൽ തുടങ്ങി, 82-ലൊക്കെ അതിന് നല്ലൊരു പേര് കിട്ടി, 89-ൽ അതിന് അത്യാവശ്യം വിദേശത്തേക്ക് കൊടുക്കാനായി, 98-ൽ നമ്മൾ പച്ചക്കറി നിർമ്മാണം തുടങ്ങി, 2022-ൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി, 23-24-ൽ നമ്മളത് വളരെ
പോകുന്നു. ഇനിയും വർഷങ്ങൾ, ഇപ്പോൾ എൻ്റെ ഏജൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് എത്ര വർഷം കൂടി ഇതുപോലെ കമ്പനിയെ MD ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പിന്തലമുറയിൽ വരുന്ന CEOs തുടങ്ങി ബാക്കി പലരെയും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലായിരിക്കണം ഉൽപ്പാദനം, ഈ രീതിയിലായിരിക്കണം അതിൻ്റെ വിൽപ്പന, ഈ രീതിയിലായിരിക്കണം അതിൻ്റെ വിദേശ സാധനം കൊടുക്കേണ്ടത്. നമ്മൾ നാട്ടുകാരും വീട്ടുകാരും 1/2 കിലോ ചോദിച്ചാൽ പോലും കൊടുക്കാനുള്ളൊരു സന്മനസ് നമ്മൾ കാണിക്കണം. അല്ലാണ്ട് കോടികളുടെ ബിസിനസ് തരുന്ന ആളെ മാത്രം സ്നേഹിക്കുകയും ഒരു 50 രൂപയ്ക്ക് മേടിക്കാൻ വരുന്ന ആളെ നിഷ്കളങ്കരായ ആളുകളാണ് അവർ ഉപദ്രവിക്കുന്ന രീതിയിൽ പോകരുത് എന്ന് പറയുന്ന ഒരു 90% നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞങ്ങൾ 3 ഷിഫ്റ്റും വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. 24 മണിക്കൂറും വർക്കുണ്ട്. 3 ഷിഫ്റ്റും എന്ന് പറയുമ്പോൾ ഞാൻ കാലത്ത് മിക്കപ്പോഴും ഇവിടുത്തെ ഒരു ഷിഫ്റ്റ് കഴിയുന്ന കാലത്ത് 6 മണി ടു 7 മണിക്കുള്ളിലാണ് ചേഞ്ച് വരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ 5-10 പേര് ചിലപ്പോൾ കാവൽ നിൽക്കുന്നുണ്ടാവും. ചെറിയ പാക്കറ്റ് വെള്ളത്തിനാണ്, കാരണം അവൻ്റെ ഗ്രോ ബാഗിലിടാനുള്ള ഒരു എല്ലുപൊടിയുടെ ഏറ്റവും കൂടി രൂപ സാധനമുണ്ട്, ചൗമീൽ നിന്നാണ്, അതിനായിരിക്കും. പിന്നെ വേപ്പൻ പിണ്ണാക്കിൻ്റെ തന്നെ കെർണൽ വേപ്പൻ പിണ്ണാക്കുണ്ട്. അത്യുഗ്രനായ ഒരു മരുന്ന് തെളിക്കാതെ തന്നെ ചെടിയുടെ കേട് മാറ്റാൻ സാധിക്കുന്ന സാധനം. അതൊക്കെ വല്ലപ്പോഴും നഴ്സറി പോയിട്ട് 100 ഗ്രാം 50 ഗ്രാമൊക്കെ അവർ മേടിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ 1/2 കിലോ പാക്കറ്റ് ഇപ്പം നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർക്ക് പല ചിലവുള്ളത് കൊണ്ട് അവർക്ക് MRPയിൽ വിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ MRP അല്ല, അത് വിറ്റ് വളരെയധികം കുറച്ച് കൊടുക്കാൻ പറ്റും. കാരണം ഒരു ഫാക്ടറിയാണ്. ഫാക്ടറി ആയതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ പല കർഷകരോട് വരും. അതിലിപ്പോൾ വിൽപ്പനക്കാർ വിൽക്കുന്ന കച്ചവടക്കാർക്ക് വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ പറയും, ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് റീറ്റെയിലും വേണം, ഹോൾസെയിലും വേണം. ഒപ്പം തന്നെ കർഷക കൂട്ടായ്മയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 2 ആൾക്കും തരുന്നതിനേക്കാൾ കുറച്ച് കൊടുക്കേണ്ടി വരും. കാരണം അവരാണ് റിസൾട്ട് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഗുണം എന്താണ്, ഗുണനിലവാരം എന്താണ്, റേറ്റിംഗ് എന്താണെന്നൊക്കെ അവർ പറയുമ്പോഴാണ് അതിന് കാര്യം. അല്ലാണ്ട് ഞാൻ കമ്പനി MD ആണ്, ഞാൻ പറയുന്നതാണ് ശരി എന്ന് വെച്ചാൽ കമ്പനി വളരില്ല. കർഷകൻ പറയണം. എത്രയോ കർഷകർ നമുക്ക് നമ്മുടെ ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം. അവൻ ചെന്നൈയിലുള്ള ഒരു ചേച്ചി ഒരു കൃഷിത്തോട്ടം നടത്തിയിട്ട് നശിച്ച് അവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ ഗ്രോബും കൂടി വലിച്ചു കളഞ്ഞ ഗ്രോ ബാഗാണ്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചു, സാറേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. വളരെ വെർത്ത്ഫുള്ളായിരുന്നു ആ ടോക്ക്. ഒരു കൊല്ലമായിപ്പോൾ അവരെ സംബന്ധിച്ചോളം. അവരിപ്പോൾ ആ കോളനി, അതായത് അവർ താമസിക്കുന്ന ഒരു ചെന്നൈയിലെ വലിയൊരു കോളനിയിലുള്ള 10-100 വീട്ടുകാർക്ക് പച്ചക്കറി കൊടുക്കുന്ന ഒരു കുടുംബിനിയായിട്ട് റിട്ടയേർഡ് ബാങ്ക് ലൈഫ് കഴിഞ്ഞിട്ട് അവർ തുടങ്ങിയിരിക്കുകയാണ്. സാർ, പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ കൃഷിയിലേക്ക് വരുന്നുണ്ട്, ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന കൃഷി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റാണ് അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാറിന് സാധിക്കും? പറ്റും. അതായത് മണ്ണിൻ്റെ ഗുണം അറിയാം. അതായത് മണ്ണിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ pH 7 ആക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരം പറഞ്ഞു ഞാൻ, ശരീരത്തിൻ്റെ pH 7 ആണെങ്കിൽ അവൾക്ക് എന്തുണ്ടാവും? രോഗപ്രതിരോധ ശേഷി കിട്ടും. ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയാം. അത് മണ്ണിനുണ്ടാവണം. മണ്ണിന് ആർജിത പ്രതിരോധ ശേഷി ഉണ്ടായാൽ അതിൽ വളരുന്ന ചെടിക്കും ആർജിത പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പം നമ്മൾ ഇപ്പോൾ പച്ചക്കക്ക പൊടി ഇവിടെ ഉപയോഗിക്കുന്ന പച്ചക്കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഫാക്ടറി ഉള്ളിൽ വെച്ച് കാണാം. നമ്മൾ ഉപയോഗിക്കുന്ന മുരിങ്ങക്കൊക്കെയാണ്, ഓയിസ്റ്റർ ഷെല്ലാണ്. ആ ഓയിസ്റ്റർ ഷെല്ല് പൊടിച്ചിട്ടുണ്ടാക്കുന്ന പച്ചക്കക്ക പൊടി ഉപയോഗിക്കുന്ന എല്ലാ കർഷകർക്കും ബെസ്റ്റ് റിസൾട്ടാണ്. വില കുറച്ച് കൂടിയാലും റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇവിടെ ഇപ്പോൾ കൂണ് പോലെയാണ് പച്ചക്കക്ക കമ്പനികൾ. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് വരെ തുടങ്ങി കളിയിക്കാവിള നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. എല്ലാവരും കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ കക്കയും പുഴയിൽ നിന്ന് കിട്ടുന്ന ചെറിയ കക്കയും ഉരലിൽ വെച്ച് ഇടിക്കാവുന്ന ചെറിയ മെഷീനും വെച്ച് ഇടിച്ചിട്ട് അതിൻ്റെ പേരാണ് പച്ചക്കക്ക എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? പച്ചക്കക്കയുടെ ഗുണം നമ്മുടെ ഡോക്ടർ ദയാൽ സാർ ഇവിടെ വരാറുണ്ട്, കമ്പനിയിൽ വരാറുണ്ട്. ദയാൽ സാർ പറഞ്ഞിട്ട് പലർക്കും അറിയാം. പല ഗുണങ്ങൾ സാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പച്ചക്കക്കയിലേക്ക് പലരും മാറിയത്. പക്ഷെ അതിന് എന്ത് ചെയ്യുന്നു? ചെറിയ കർഷകർ വഞ്ചിക്കുന്നതിന് ഇടയാവുകയാണ്. കാരണം ചെറിയ ഫ്ലോട്ടൊക്കെ വെച്ച് ചെറിയ ഒരു ഇടിക്കുന്ന വിഷയം വെച്ച് ഇടിച്ച് കൊടുക്കുന്നതിൽ എന്തില്ല? പച്ചക്കക്ക എന്ന് പറഞ്ഞ സാധനത്തിലുള്ള ഓയിസ്റ്റർ ഷെൽ മുരിങ്ങക്കക്ക ഇല്ല. മുരിങ്ങക്കക്ക കാണാം. ഒരു മുരിങ്ങക്കക്ക 100 ഗ്രാം മുതൽ 500 ഗ്രാം വരെ ഒരു കക്കയ്ക്ക് വലിപ്പമുണ്ട്. ഇവിടെ ഇവർ പൊടിക്കുന്ന സാധനം 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെയുള്ള കക്കയാണ് പൊടിക്കുന്നത്. അതിൻ്റെ പേര് പച്ചക്കക്കയാണ്. അപ്പോൾ പച്ചക്കക്ക എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ഉപയോഗിക്കുന്ന കർഷകന് ഗുണം കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കർഷകരുടെ തിരക്ക് വരുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് വളം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൃഷി ഏതാണെന്ന് ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കൃഷിയായാലും വിജയിപ്പിച്ച് തരാമെന്ന് ഇദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട്. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ പ്രോഡക്റ്റുകൾ, മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്ന് നോക്കാം. സാർ, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് മെയിൻ? അതായത് ഇവിടെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ എല്ല് പൊടിക്കുന്ന ഒരു ഫാക്ടറിയുണ്ട്. അതിൽ എല്ലുപൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സ്ലോട്ടർ ഹോമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് പുഴുങ്ങി അതിൽ നിന്ന് നെയ്യ് മാറ്റി കഴിഞ്ഞ് കിട്ടുന്ന എല്ല് പൊടിക്കും. പൊടിക്കുന്ന മിഷനറിയൊക്കെ നമുക്ക് കാണാം, എല്ലാം വൃത്തിയായിട്ട് കാണിച്ചു തരാം. ആ പൊടിക്കുന്ന പൊടി ഓർഗാനിക് എല്ലുപൊടി ആയതുകൊണ്ട്, ജൈവ എല്ലുപൊടി ആയതുകൊണ്ട് അതിൽ നിന്ന് മജ്ജ, മാംസവും ചവ്വും
അടക്കമുള്ള എല്ലുപൊടി ആയിരിക്കും. അത് കേരളത്തിൽ ഇപ്പോൾ ചൗമീൽ എന്ന് പറഞ്ഞിട്ടൊരു എല്ലുപൊടി കൊടുക്കുന്നത് നമ്മളാണ്. അതിന് അങ്ങനെ കൊടുക്കണമെങ്കിൽ 100% പ്യുവറായിരിക്കണം, ചവുണ്ടായിരിക്കണം. ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻ്റ് അടക്കമുള്ളതിനാൽ ചെടിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് അതേപോലെ ഇപ്പം നമ്മളിവിടെ ഏകദേശം 45 രൂപ മുതൽ 60 രൂപ വരെയാണ് അതിൻ്റെ വില വരുന്നത്. അത് 70 രൂപയ്ക്ക് 80 രൂപയ്ക്ക് വരും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. എന്നാൽ പോലും അത് കൊണ്ടുപോയി ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുള്ള അനേകായിരം കർഷകർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ചൗമീൽ കിട്ടും. ആദ്യം തന്നെ പൊടിക്കുന്ന പൊടിയെ നമ്മൾ ചൗമീൽ എന്ന് പറയില്ല. രണ്ടാമത് അടക്കം അടിച്ച് ഇടിച്ച് പൊടിച്ചെടുക്കുന്നതിനാണ് ചൗമീൽ എന്ന് പറയുക. ആദ്യം പൊടിച്ചെടുക്കുന്ന എല്ലുപൊടിയെ ബോൺ മീൽ എന്നാണ് പറയുക. ആ ബോൺ മീൽ മറ്റേ ചൗമീലിൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടല്ല കൊടുക്കുന്നത്, സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. ചൗമീൽ ഈസ് ദ ഫസ്റ്റ്, ബോൺ മീൽ ഈസ് സെക്കൻഡ്. ഈ 2 ക്വാളിറ്റിയാണ് നമ്മുടെ കമ്പനി ബ്രാൻഡിൽ നമ്മൾ കൊടുക്കുന്നത് എല്ലുപൊടി. പിന്നെയുള്ള വേപ്പ് പിണ്ണാക്കാണ്. വേപ്പ് പിണ്ണാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന വേപ്പ് പിണ്ണാക്ക് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിൽ വില കുറഞ്ഞ പ്രൊഡക്റ്റ് ആളുകൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് നോർത്ത് ഇന്ത്യയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വില കുറഞ്ഞ വേപ്പ് പിണ്ണാക്ക് വരുന്നു, അത് ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നല്ല രീതിയിൽ ഒരു വേപ്പിൻ്റെ കുരു ഇപ്പോൾ ആന്ധ്ര ബേസ് ആയിട്ടായാലും തമിഴ്നാട് ഏറ്റവും നല്ല കുരു കിട്ടുന്നത് തമിഴ്നാട് ബേസാണ്. അതിൻ്റെ കുരുവിൻ്റെ തൊലി മാറ്റി അതിന് മുകളിൽ കട്ടിയുള്ളൊരു തൊണ്ടുണ്ട്, ആ തൊണ്ട് മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പെടുത്ത്, അതിന് നമ്മൾ കർണൽ എന്നാണ് പറയുക, അതെടുത്ത് ആട്ടി ഉണക്കിയെടുത്തിട്ട് ആട്ടണം. അതായത് കൊപ്ര ഉണക്കുന്ന പോലെ ഉണക്കണം, എന്നിട്ട് ആട്ടുക. അങ്ങനെ ആട്ടിയെടുക്കുന്ന പിണ്ണാക്കിൻ്റെ പേരാണ് കർണൽ നീം കേക്ക്. സാധാരണ 5 കിലോ ഒരു ഏലം കർഷകനോ അല്ലെങ്കിൽ നമ്മൾ നല്ല ഉപയോഗിക്കുന്ന ജാതി കർഷകനോ 5 കിലോ വേപ്പ് പിണ്ണാക്ക് ഉപയോഗിക്കുന്നിടത്ത് 1 കിലോ ഉപയോഗിച്ചാൽ മതി. അത്രയും റിസൾട്ട്, അത്രയും കുറച്ച് ഉപയോഗിച്ചാൽ മതി. മാത്രമല്ല ഇപ്പോൾ വയനാട് ഇടുക്കിയൊക്കെ ജില്ലകളിൽ മലകളിലേക്ക് ആവശ്യമില്ലാതെ 10 ചാക്ക് വേപ്പുണ്ടാക്കും കൊണ്ടുപോകത്ത് എന്ത് ചെയ്താൽ മതി, 1 ചാക്ക് കർണൽ വേപ്പുണ്ടാക്കും ഉണ്ടായാൽ മതി. ആ റിസൾട്ട് അവർക്ക് കിട്ടും. മാത്രമല്ല അത് വളരെ എഫക്റ്റീവാണ്. മാത്രം കീടങ്ങളെ വരെ നശിപ്പിക്കും. അടുത്തുള്ള വീട്ടുകാർ പോലും എന്താണ് ഇട്ടേന്ന് അന്വേഷിച്ചു വരും. അത്രയും നല്ല മണമാണ് അതിന്, അത്രയും ഒരു പ്ലസന്റ് സ്മെല്ലാണ്. നമുക്ക് കാണാം പല കർഷകരോട് വന്നിട്ട് ഉപയോഗിച്ച് റിസൾട്ട് ഈ വെള്ളത്തിൽ പുളിപ്പിച്ചിടുന്ന കുറേ കർഷകരുണ്ട്. അപ്പോൾ കപ്പൽ പിണ്ണാക്കൊക്കെ പുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിൽ ലേശം ഈ കർണൽ പിണ്ണാക്ക് ഇട്ട് നോക്കാൻ പറയും. അപ്പോൾ കർണൽ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചപ്പോൾ അവർ പറയുന്നു റിസൾട്ട് ഡബിളാണ്. ഒപ്പം തന്നെ മറ്റേ അതിലുണ്ടായിരുന്ന പുഴുക്കളൊക്കെ പിന്നെ വരാനുള്ള പ്രവണത ഇല്ലാണ്ടായി തുടങ്ങുന്നവരാണ്. അപ്പോൾ അതിനെ വരെ എതിർക്കാനുള്ള കഴിവ് ഓർഗാനിക് പെസ്റ്റിസൈഡ് ആയിട്ടുള്ള ഈ കർണൽ വേപ്പ് പിണ്ണാക്കിനുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ ഇനി ഉണ്ടാക്കുന്ന ജൈവവളമാണ്. ജൈവവളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുൽപാദനത്തിൽ ഞാൻ പറഞ്ഞു, എല്ലുൽപാദനത്തിൽ നെയ്യെടുത്ത് കഴിഞ്ഞ് വരുന്ന എല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോയിലറിൽ പുഴുങ്ങി കിട്ടുന്ന എല്ലാണ് നമ്മൾ പൊടിക്കുന്നത്. ആ പൊടിക്കുന്ന സമയത്ത് ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ട്. അതിൽ മജ്ജ ഉണ്ടാവും, മാംസം ഉണ്ടാവും, ചവുണ്ടാവും. ഇത് ഒരു പ്രത്യേക വേസ്റ്റാണ് ശരിക്കും ഒരു കമ്പനിക്ക്. പക്ഷെ അത് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പച്ചക്കക്ക പൊടിച്ച പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് സ്ലഡ്ജാണ്. ഈ പച്ചക്കക്ക പൊടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ലഡ്ജ് രൂപത്തിലുള്ള സാധനം കട്ടയാവും. എന്നിട്ട് മെഷീനിൽ നമ്മൾ പൊടിക്കും. ആ പൊടിച്ച പൊടിയെ നമ്മൾ പച്ചക്കക്ക പ്ലസ് ചൗമീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൗഡറാക്കിയിട്ട്, അത് നല്ല കർഷകർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അറിയാം പച്ചക്കക്കയുടെ ഗുണവും കിട്ടും, ഒപ്പം തന്നെ എല്ലുപൊടിയുടെ ഗുണവും കിട്ടും. അങ്ങനെ ഒരു പ്രൊഡക്റ്റും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. പച്ചക്കക്ക ചൗമീൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ കൂടുതൽ ഒരു 50 ചാക്ക് എല്ലുപൊടി എടുക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അവന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ 1-2 ചാക്കുകളൊക്കെ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. കാരണം അവൻ ഉപയോഗിച്ച് നോക്കിയാലാണല്ലോ റിസൾട്ട് അറിയുമല്ലോ. അല്ലാണ്ട് മാത്രം കേട്ട് വാങ്ങണ്ട ഒരു കാര്യമില്ല. അത് ആനയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഉപയോഗിക്കുമ്പോൾ ആ റിസൾട്ട് അറിയും. അപ്പോൾ അത് കൊണ്ടുപോകും. ഇടുക്കി ഭാഗങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന അൻസാർ ഉള്ളതുകൊണ്ട് അൻസാറിനത് പറഞ്ഞ് പലതും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും സംശയം അൻസാറിന് വരികയാണെങ്കിൽ അൻസാർ അപ്പം തന്നെ നമുക്ക് വോയിസ് ഇടും. ആ വോയിസിന് റിപ്ലൈ നമ്മൾ അപ്പം തന്നെ കൊടുക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പറും കൂടെ ഈ വീഡിയോയിൽ കൊടുക്കാം. അൻസാറിന് കൊടുക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇടുക്കിക്കാർക്ക് കുറെ ആളുകൾക്ക് അവരെ ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ സാറിനെ വിളിച്ചിട്ട് പുള്ളിയെ വിളിക്കണ്ടല്ലോ, സ്ട്രേറ്റ് വിളിക്കാൻ പറ്റും. MRPയിലും കുറച്ച് സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു കഴിവും നമ്മൾ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു ചെറിയ ഡിസ്കൗണ്ട് നമ്മൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വില കുറച്ച് കർഷകന് മുമ്പിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും റിസൾട്ടുള്ള ജൈവ വളങ്ങൾ നിർമ്മിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫാക്ടറിയാണ്. സാർ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? പോവാം. യഥാർത്ഥ പച്ചക്കക്ക എന്താണ്, പച്ചക്കക്ക പൊടിച്ചത് എന്താണ്, അതാണ് കാണാൻ പോകുന്നത്. സർ, അപ്പോൾ ഇതാണ് നമ്മുടെ അല്ലേ? അതാണ് ഓയിസ്റ്റർ ഷെൽ എന്ന് പറഞ്ഞ മുരിങ്ങക്കക്ക എന്ന് പറഞ്ഞ പച്ചക്കക്ക. ഇവിടെ പച്ചക്കക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ പച്ചക്കക്ക ഇതാണെന്നൊന്നും ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ല. ഇവിടുത്തെ പാവം കർഷകരുടെ വിചാരം
ഏറ്റവും ചെറിയ കക്ക, കായൽ കക്കയാണെങ്കിൽ പോലും അതാണ് പച്ചക്കക്ക എന്നാണ് കർഷകരുടെ വിശ്വാസം. പക്ഷെ അങ്ങനെ പാടില്ല. ഒരു സൈസ് ഇത് ഏകദേശം ഒരു 600 ഗ്രാം ഉണ്ട്, ഇത് ഒരു 700 ഗ്രാം ഉണ്ട്. ഇതൊക്കെ അങ്ങനെയാണ്. ഇത്രയും വലിപ്പമുള്ള ഈ കക്കകളാണ് ഉണ്ടാവുക. ഈ കക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള മൂലകങ്ങൾ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഒരു പച്ചക്കക്ക ഉപയോഗിക്കുന്ന, ഇതേപോലെ മുരിങ്ങക്കക്ക, ഓയിസ്റ്റർ ഷെൽ ഉപയോഗിക്കുന്ന പല നല്ല പ്ലാന്റുകളിലും അവർ അറിയാതെ തന്നെ പല മൂലകങ്ങളും കിട്ടും. ഇതാണ് നമ്മൾ പൊടിക്കുന്നത്. ഇത് പൊടിക്കണമെങ്കിൽ സാധാരണ ചെറിയ മെഷീനറിൽ പൊടിക്കാൻ പറ്റില്ല. ഇത് ഏകദേശം ഒരു 50 HP പവറുള്ള വലിയ എല്ല് പൊടിക്കുന്ന മെഷീനറിയുടെ ബീറ്റർ കോൺ എന്ന് പറയുന്ന അടിക്കുന്ന സാധനത്തിൽ മാത്രമേ ഇത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇവിടെ പൊടിക്കുന്ന പല ചെറിയ കമ്പനികളുണ്ട്. അവരൊക്കെ സാധാരണ അരി ഇടിക്കുന്ന പോലെയുള്ള ചെറിയ കക്കയാണ് ചെയ്യുന്നത്. കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ ശംഖും നാട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഇത്തളും ഒക്കെ എടുത്തിട്ടാണ് പച്ചക്കക്ക എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മുടെ ഈ ബ്രാൻഡ് ആക്കുക മാത്രമല്ല, ഈ വ്യവസായത്തെ നശിപ്പിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം നല്ലതുണ്ടാക്കുന്ന പലരും പ്രൊഡക്റ്റുകൾ ഇതിന്റെ പകുതി വിലയ്ക്കും 1/3 വിലയ്ക്കുമാണ് അവർ കൊടുക്കുന്നത്. അതെ അതെ സാർ, അത് മാത്രമല്ല ഈ പച്ചക്കക്ക പൊടിച്ചാൽ റിസൾട്ട് കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ ആ ഒരു പൊടി മാറ്റിടുന്ന കർഷകൻ പച്ചക്കക്ക റിസൾട്ട് ഇല്ലെന്ന് ഉറപ്പിക്കും. അതായത് അവന് കിട്ടുന്നത് പച്ചക്കക്കാന്ന്. ഇപ്പം നമ്മളിവിടെ ഉള്ളിൽ പോകുമ്പോൾ കാണാം ലേബലുള്ള ചാക്കുകളുണ്ട്, അതിൽ പച്ചക്കക്ക എന്ന് എഴുതിയിട്ട് PH ബൂസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അതേപടി തന്നെ മറ്റൊന്നും ചെയ്തിട്ടുണ്ടാവും, പച്ചക്കക്ക PH ബൂസ്റ്റർ. പക്ഷെ അതിനുള്ളിലുള്ള പ്രൊഡക്റ്റിന് മാത്രം ഈ പറഞ്ഞ ഓയിസ്റ്റർ ഷെല്ലിന്റെ പൗഡർ ആയിരിക്കില്ല, അതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അതാണ് കാരണം. നമുക്ക് ഫാക്ടറിയിൽ പോയാൽ ഇത് കാണാവുന്നതാണ്. അതെ, ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് ഫാക്ടറി വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്തിട്ട് ബൾക്കായിട്ടൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെ സാമ്പിൾ നമുക്ക് കൊടുക്കാം. പിന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ചെറിയ സാമ്പിൾ പാക്കറ്റ് 1 kg പാക്കറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഓരോ പാക്കറ്റ് കൊടുക്കുകയും ചെയ്യും. അതെ, നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്താണ് പച്ചക്കക്ക നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച ആ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഏറ്റവും നല്ലത്, അതോ നമ്മൾ ഇവിടെ തരുന്ന സാമ്പിൾ പാക്കറ്റ് ആണോ നല്ലത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റിസൾട്ട് നോക്കാം, നോക്കിയതിന് ശേഷം വാങ്ങിയാൽ മതി. അത്രയും ധൈര്യത്തിലാണ് പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും വലിയ ഒരു പച്ചക്കക്ക നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അത് അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിസ്റ്റർ ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കൊല്ലം ഭാഗത്തും അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. ഈ പറയുന്ന കോട്ടയം ഭാഗത്ത് കിട്ടുന്ന അല്ലെങ്കിൽ എറണാകുളം ഭാഗത്ത്, ആലപ്പുഴ ഭാഗത്ത് കിട്ടുന്ന കക്കകളൊക്കെ വളരെ ചെറുതാണ്. ഈ കായലോരങ്ങളിൽ കിട്ടുന്ന സാധനവും വളരെ ചെറുതാണ്, കടലിന്റെ അവിടെ കിട്ടുന്നത് വളരെ ചെറുതാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇതിലിപ്പോ ആളുകൾക്ക് അറിയാം, ഇവിടുത്തെ പല ആളുകളും 1 kg ചെറിയ പാക്കറ്റുകളുണ്ട്. അത് കിണറ്റിലിടാൻ വേണ്ടിയിട്ടും കുടിവെള്ളത്തിലിടാനും ഫിൽട്ടർ ചെയ്യണ വെള്ളത്തിലിടാനും ഇഷ്ടംപോലെ ആളുകൾ വന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ശുദ്ധജല മത്സ്യകൃഷി നടത്തുന്ന ആളുകളുണ്ട്. അവരുടെ PH കുറയുമ്പോൾ PH കൂട്ടാനും ഒപ്പം തന്നെ മീനുകൾ കൊത്തി തിന്നുവാനും, അപ്പൊ അവർക്ക് ശരീരത്തിലേക്കുള്ള PH കൂടി അവർക്ക് കിട്ടും. അതിനുവേണ്ടി കണ്ടമാനം സാധനം പോകുന്നുണ്ട് പൊടിക്കുന്നത്. ഈ പച്ചക്കൊക്കെ നമുക്ക് ഏറ്റവും ചെറിയ പാക്കറ്റ് എത്ര? 1 കിലോ പാക്കറ്റ്. 1 കിലോ പാക്കറ്റ് മുതലാണ് ഇവിടെ പോകുന്നത്. 25 കിലോ 50 കിലോ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ്. വലിയ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ചാക്ക് വലിയ ചാക്കിൽ കൊടുക്കും, ലൂസായിട്ട് വേണം. 50 കിലോ. പിന്നെ ഇവിടുന്ന് ചാക്കിലാക്കാതെ വണ്ടിയിലെ ലോറിയുടെ വെയിറ്റ് എടുത്ത് അതിലേക്ക് ഈ സാധനം പൊടിച്ചത് കോരിയിട്ട് നമ്മൾ പിടിച്ച് വെയിറ്റ് എടുത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അതാവുമ്പോൾ നമുക്ക് 10, 20, 30% കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ തൂക്കം എന്ന് പറയുമ്പോൾ എത്ര കിലോ അവന് ഇടാൻ പറ്റുന്നുള്ള ആവറേജ് അവൻ തന്നെ തൂക്കിയെടുക്കണം. മറ്റാവുമ്പോൾ 50 കിലോ ചാക്ക് 25 കിലോ ഒക്കെ ആയിട്ടെന്ന് പറയുമ്പോൾ അത് ഇത്ര എണ്ണത്തിൽ ഇടാന്ന് വെച്ചാൽ ഒരു മാറ്റി വെക്കാനായിട്ട് സാധിക്കും. വലിയ പ്ലാന്റേഷനിലൊക്കെ തേയില പ്ലാന്റേഷൻ, അതുപോലെ തന്നെ കോഫി പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്ന വലിയ പ്ലാന്റേഷൻ ഇടുക്കിയിലുണ്ട്, വയനാട്ടിലുണ്ട്. അവിടെ വയനാടിന്റെ ബോർഡർ കുടകിലുണ്ട്. അവരൊക്കെ പ്ലാന്റിൽ ട്രാക്ടർ അടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, സാധനം വാരി കോരിയിട്ടിട്ടാണ് ചെയ്യുന്നത്. അതിന് പാക്കറ്റിലും ചാക്കിലും വേണ്ട ഏറ്റവും വില കുറവിൽ നല്ല ക്വാളിറ്റി കിട്ടുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. കൃപ ഓർഗാനിക്കിന്റെ എല്ലുപൊടി ഉൽപ്പന്നങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ കേസിൽ ജൈവ കൃഷി നടത്തുന്ന കർഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജൈവ എല്ലുപൊടി എങ്ങനെ നിർമ്മിക്കുന്നു, ഏത് രീതിയിൽ റിസൾട്ട് ഉണ്ടാകുന്നു, എന്താണ് അതിൻ്റെ വിലയിലുള്ള വ്യത്യാസം എന്ന് പരിചയപ്പെടുത്തുക എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഒന്നിൻ്റെ പേര് ആക്ടിക് ബയോമീൽ ബോൺമീൽ എന്നാണ്, ഒരെണ്ണത്തിൻ്റെ പേര് ആക്ടിക് ചൗമീൽ എന്നാണ്, ഒരെണ്ണത്തിൻ്റെ പേര് പച്ചക്ക പ്ലസ് ചൗമീൽ എന്നാണ്. ഇതിൽ എല്ല് പൊടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ പോയി മിഷനറി കാണുമ്പോൾ അറിയാം. അതിൽ സാധാരണ നമ്മൾ പുഴുങ്ങിയെടുത്ത് നെയ്യ് മാറ്റി വരുന്ന എല്ല് നമ്മൾ കൺവെയറിലൂടെ കടത്തിവിട്ട് ഒരു പൾവറൈസറിലൂടെ പൊടിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇടുന്ന ആദ്യത്തെ എല്ലുപൊടിയെ നമ്മൾ പറയുന്ന പേരാണ് ഹെക്ടിക് ബോൺമീൽ. ഞങ്ങളുടെ ഒരു ബ്രാൻഡാണ് ഹെക്ടിക്, അതുകൊണ്ട് ഹെക്ടിക് ബോൺമീൽ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കിട്ടുന്ന മജ്ജയും മാംസവും ചവും ഡ്രൈ ആയിട്ട് കിട്ടുന്നു. അത് ഉണങ്ങുന്നു, പൊടിക്കുന്നു, വളരെ നല്ല രീതിയിൽ പൗഡറാക്കി നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഈ ബോൺമീലിനോട് കൂടി വീണ്ടും ചവ് ചേരുന്നതുകൊണ്ട് നമ്മൾ അതിനാണ് ക്വാളിറ്റി കൂടുതലുള്ളത്. അതിന് ഹെക്ടിക് ചൗമീൽ എന്നാണ് അറിയപ്പെടുന്നത്. മാർക്കറ്റിൽ ചൗമീൽ, കൃപയുടെ ചൗമീൽ മാത്രമാണ് ഇപ്പോൾ ചൗമീൽ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. 100% കർഷകർ വിശ്വസിക്കുന്ന ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ചൗമീൽ. ബോൺമീൽ ഇടുന്നതിൻ്റെ നേർപകുതി യൂസ് ചെയ്താൽ മതി ചൗമീൽ. ഇത് രണ്ടും നിർമ്മിക്കുമ്പോൾ നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന സാധനമാണ് നനഞ്ഞ
മണമുള്ള അതിൻ്റെ മജ്ജയും മാംസവും ചവുള്ളത്. ആ ചവ് പണ്ട് കാലത്തൊക്കെ നമ്മൾ കുമ്മായി ഇട്ടിട്ടാണ് അത് ഡ്രൈ ആക്കിയിരുന്നത്. ഇപ്പം അതിന് പകരം പച്ചക്കക്ക പൊടിക്കുമ്പോൾ കിട്ടുന്ന പച്ചക്കക്ക പൊടി നമ്മൾ അതിൽ നന്നായിട്ട് ചേർക്കും. എന്നിട്ട് അത് സ്ലഡ്ജ് രൂപത്തിലാവും. എന്നിട്ട് അത് ഡ്രയറിലിടും, ഉണക്കും, പൊടിക്കും. അങ്ങനെ പൊടിച്ചെടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പച്ചക്കക്ക പ്ലസ് ചൗമീൽ. ഇത് ഉപയോഗിക്കുമ്പോൾ പച്ചക്കക്കയുടെ ഗുണം കിട്ടും, എല്ലുപൊടിയുടെ ഗുണം കിട്ടും. ഇത് കൂടുതൽ നമുക്ക് പന്നിയുടെ ശല്യമില്ലാത്ത ഏരിയയിലൊക്കെ ആണെങ്കിൽ 80+20 ഉപയോഗിക്കുക. 80% പച്ചക്കക്കയും 20% ചൗമീലും കൂടി ഉപയോഗിക്കാം. ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ മണം പ്രശ്നമല്ല, നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കർഷകരുണ്ട്. അവർക്ക് 50% ചവും 50% പച്ചക്കക്കയും ചേർന്ന പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി ആയതുകൊണ്ട് അങ്ങനെ നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ആ 3 പ്രൊഡക്റ്റുകൾ. ജൈവവളത്തിൻ്റെ 3 പ്രൊഡക്റ്റുകൾ. കുറേ പ്രൊഡക്റ്റുകളുണ്ട്, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും പറയാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതിൽ ഹെക്റ്റിക് സൂപ്പർ, ഹെക്റ്റിക് അഗ്രോ ബയോമീൽ, ഹെക്റ്റിക് അഗ്രോ ബയോമീൽ പ്ലസ് 10 കൂട്ടം പിണ്ണാക്കെന്നാണ് അതിനറിയപ്പെടുന്നത്. 12 കൂട്ടം പിണ്ണാക്കെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 3 കൂട്ടങ്ങൾ നമ്മളിന്ന് പരിചയപ്പെടുത്താം. കമ്പനിയിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് എല്ലുപൊടി, മജ്ജ, മാംസം, ചവ്വ്, അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ, മഞ്ഞൾപ്പൊടി, ബയോ പൊട്ടാഷ്, അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഒരു മിതമായ രീതിയിൽ ഉപയോഗിച്ച് ഒരു സാധാരണ കർഷകന് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഹെക്റ്റിക് സൂപ്പർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇടുക്കിയിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ MRPയിൽ താഴെയാണ് നമ്മളവിടെ എത്തിച്ചു കൊടുക്കാറ്, ട്രാൻസ്പോർട്ടേഷൻ അടക്കം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമിക് ആസിഡും പൾവിക് ആസിഡും അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ഹെക്റ്റിക് അഗ്രോ ബയോമീൽ. അത് മഞ്ഞ ചാക്കിലാണ് കിട്ടുന്നത്. കർഷകനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ചെയ്ത് ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ വേപ്പ് പിണ്ണാക്കായാലും ഉങ്ങി പിണ്ണാക്കായാലും മരൊട്ടി പിണ്ണാക്കായാലും അല്പാൽപ്പം ചേർത്ത് നല്ല രീതിയിൽ ബയോ കോമ്പൗണ്ടുകളും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെക്റ്റിക് അഗ്രോ ബയോമീൽ. ഇതിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഹെക്റ്റിക് സൂപ്പറിന് കിട്ടുന്ന വിലയേക്കാൾ അല്പം കൂടുതലാണ് ഹെക്റ്റിക് അഗ്രോ ബയോമീലിന്. അതിനേലും കുറച്ചും കൂടി വില കൂടുതലാണ് ഹെക്റ്റിക് അഗ്രോ ബയോമീൽ പ്ലസിന്. അതിനാണ് 12 കൂട്ടം പിണ്ണാക്കെന്ന് അറിയപ്പെടുന്നത്. 8 കൂട്ടം പിണ്ണാക്കുണ്ട്, 10 കൂട്ടം പിണ്ണാക്കുണ്ട്. ഇതിൽ 8 കൂട്ടം പിണ്ണാക്കുകളും പ്ലസ് നമ്മളെ മജ്ജ, മാംസം, ചവുമാണ് ചേർക്കുന്നത്. ഇതിൽ ഉങ്ങിൻ പിണ്ണാക്ക്, പുങ്ങാമിയ പിന്നറ്റ എന്ന് പറയുന്ന പിണ്ണാക്ക് വളരെയധികം എഫക്റ്റീവാണ്. നിയമവിരയെ അത് മാറ്റും. അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളിൽ നിന്ന്, വർഷക്കാലത്തുണ്ടാവുന്ന ഒരു ചീച്ചിൽ രോഗത്തിൽ നിന്ന് അതിനെ മാറ്റാനായിട്ട് ഈ പറഞ്ഞ ഉങ്ങിനും മരോട്ടിക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പൊടിച്ച് കൊണ്ടുപോയി സ്പ്രേ കൊടുക്കുന്ന വളരെയധികം കർഷകർ ഇന്ന് വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഇടുക്കിയിൽ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ അൻസാറിൻ്റെ കെയർ ഓഫിൽ സാധാരണ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഹെക്റ്റിക് സൂപ്പർ ഉപയോഗിക്കുന്നു, അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. കുറച്ചും കൂടി ഉയർന്ന ആളുകൾ ഹെക്റ്റിക് അഗ്രോ ബയോമീൽ ഉപയോഗിക്കുന്നു, അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ഈ പറഞ്ഞ ഹ്യൂമിക്കും ഫൾവിക്കും സീവീഡും അതുപോലെ ഈ മരോട്ടിയും ആവണക്കും പിണ്ണാക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ ചേർത്തിട്ടുള്ള ഈ 10 കൂട്ടം 12 കൂട്ടം പിണ്ണാക്കിൻ്റെ മിക്സറുകൾ പലരും കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന റിസൾട്ടുകൾ മറ്റുള്ളവരോട് പറയുന്നു. ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന കുറേ പ്രൊഡക്റ്റുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി കുറേ പ്രൊഡക്റ്റുകൾ വെക്കാണ്ട്. ഇതിൽ വെക്കാത്ത ഒരു സാധനം ഇപ്പോൾ വേപ്പ് പിണ്ണാക്കാണ്. വേപ്പ് പിണ്ണാക്കിൽ നമുക്കറിയാം കെർണൽ എന്ന് പറയുന്നൊരു വേപ്പ് പിണ്ണാക്കുണ്ട്. അത് നമ്മളിവിടെ വെച്ചിട്ടില്ല. അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണിക്കാവുന്നതാണ്. കെർണൽ വേപ്പ് പിണ്ണാക്കിൻ്റെ പ്രത്യേകത അതിൻ്റെ പരിപ്പെടുത്ത് ആട്ടുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ 5 കിലോ ഉപയോഗിക്കുന്നിടത്ത് 1 കിലോ ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിന് തന്നെ എല്ലാം കൂടി ആട്ടി വരുന്നത്, തൊലിയും ഉമിയും അതിൻ്റെ പരിപ്പും എല്ലാം കൂടി ചേർത്ത് ആട്ടിയെടുക്കുന്നതാണ് വേപ്പൻ പിണ്ണാക്ക്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ വേപ്പൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്ന കർഷകൻ വേപ്പൻ പിണ്ണാക്ക് എടുത്ത് ഒരു കഷ്ണം വായിൽ വയ്ക്കുമ്പോൾ ഉപ്പിൻ്റെ അംശം വായിൽ വരാൻ പാടില്ല. ഉപ്പില്ലാത്ത വേപ്പൻ പിണ്ണാക്കാണ് ഉപയോഗിക്കുന്നത്. വായിൽ വയ്ക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ശരിയായ രീതിയിൽ നല്ലൊരു കർഷകൻ ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഇതിലൊക്കെ MRP കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുക്കുമ്പോഴും MRPയിൽ താഴെ ലോഡുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അവിടെ ഇടുക്കിയിലാണെങ്കിൽ കുറച്ച് ചാക്കുകളാണെങ്കിൽ പോലും 4-5 കർഷകർക്ക് വേണ്ടി ഇവിടെ നിന്ന് ലോഡ് അൻസാറിൻ്റെ കെയർ ഓഫിൽ പോയിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുമ്പോഴും അവർ ഈ കാണുന്ന MRPയിൽ താഴെയാണ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്ന ഈ പച്ചക്കക്ക PH7 കാൽസ്യം കാർബണേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത്, കേരളത്തിൽ ഒരു 5 വർഷം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിച്ചിരുന്നത് നീറ്റുകക്കയായിരുന്നു. അത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് പകരം കാൽസ്യം കാർബണേറ്റ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ വളരുമെന്നും മണ്ണിൻ്റെ pH 7 വരെ നിലനിർത്തുന്നു കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങളും നല്ല കാർഷിക സുഹൃത്തുക്കളും ഈ pH ബൂസ്റ്ററിലേക്കും പച്ചക്കക്കയിലേക്കും മാറിയത്. അപ്പോൾ പച്ചക്കക്കയിൽ നമുക്ക് കാണുന്ന പ്രത്യേകത, മണ്ണിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ പ്രൊഡക്റ്റ് മണ്ണിൽ കുറച്ച് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ
മണ്ണിൽ pH കുറവുണ്ടെങ്കിൽ മാത്രമേ മണ്ണിൽ അലിഞ്ഞു ചേരുള്ളൂ. pH 7 മണ്ണിൻ്റെതെന്നുണ്ടെങ്കിൽ മണ്ണിൽ അലിയാതെ അതേപടി നിലനിർത്തുകയും മണ്ണിൻ്റെ pH തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. ഈ പച്ചക്കക്ക ഇന്ന് പല രാജ്യങ്ങളിലേക്കും നമുക്ക് കയറ്റി അയക്കാൻ സാധിക്കുന്നുണ്ട്. പല രാജ്യക്കാരും കൊണ്ടുപോകുന്നുണ്ട്. വളരെ റിസൾട്ടീവാണ് കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള പച്ചക്കക്ക. സാർ ഈ കാണുന്ന ഉമിക്കരിയാണോ? ഉമിക്കരിയാണ്. ഉമിക്കരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിൽ ചേർത്ത് കഴിഞ്ഞാൽ CN റേഷ്യോ, കാർബൺ നൈട്രജൻ റേഷ്യോ കറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതിൽ ഉമിക്കരി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉമി ഉപയോഗിച്ച് കരിച്ചെടുക്കുന്ന ഉമിക്കരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ CN റേഷ്യോ കൂടുമ്പോൾ വേര് പിടുത്തം കൂടും. അപ്പം നശിച്ച ഇടുക്കിയിലൊക്കെ pH കുറവുള്ള ഇംഗ്ലീഷ് വളങ്ങൾ ഉപയോഗിച്ച് pH നഷ്ടപ്പെട്ട മണ്ണിനെ വീണ്ടും അതിൻ്റെ പൂർവ്വ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജൈവവളം ചേർക്കുന്ന ഈ CN റേഷ്യോ കൂടാനുള്ള ഉമിക്കരി വളരെയധികം ഗുണകരമായി മാറും. ചാക്ക് നിർമ്മാണ യൂണിറ്റ് ഉണ്ട് ഇവിടെ ചാക്ക് ഉണ്ടാക്കും. ചാക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാർട്ടി അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകുന്ന സൈസുകൾ ചില രാജ്യങ്ങൾക്ക് 37.5 കിലോ ആണ് അവർ പാക്കിംഗ് സൈസ് എങ്കിൽ നമ്മളൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന 50 കിലോ ചാക്കുകളാണ്. അപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിലേക്ക് അപ്പം തന്നെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാനും ചെയ്യാനുമായിട്ട് നല്ലൊരു യൂണിറ്റ് ഉണ്ട്. നമുക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല കമ്പനിക്കാർക്കും, കാലിത്തീറ്റ യൂണിറ്റുകാർ, കോഴിത്തീറ്റ യൂണിറ്റുകാർ, പ്ലാസ്റ്റിക് കമ്പനിക്കാർ, അങ്ങനെ പല ആളുകൾക്കും ഉപയോഗിക്കാവുന്ന പല വലിപ്പത്തിലുള്ള റോളുകൾ ചെന്നൈ, അതുപോലെ മംഗലാപുരം, ബോംബെ, രാജസ്ഥാൻ, ഗുജറാത്ത് അവിടെ നിന്നൊക്കെ വരും. പല കളറിൽ വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കട്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് പല ഡിസൈനുകളിലാക്കി അവരുടെ പേരുകളിൽ നമ്മൾ ശരിയാക്കി കൊടുക്കും. അപ്പോൾ ചാക്ക് ആവശ്യമുള്ളവർക്കും ഇതുപോലുള്ള നമുക്കറിയാം ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ? ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതുപോലെ കൃഷി വകുപ്പും അവരുടെ നെല്ല് ഉൽപാദന കേന്ദ്രം, സമ്പൂർണ്ണ ചാണകപ്പൊടി, അതുപോലെ തന്നെ പല സാധനങ്ങൾക്കും നമ്മളോട് പറയുമ്പോൾ നമ്മൾ അറിയുന്നതുകൊണ്ട് നമ്മൾ അവർക്ക് വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, കുറഞ്ഞ ചിലവിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്, പാക്ക് ചെയ്യാനൊക്കെ ചാക്ക് ഉപയോഗിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ചാക്ക് ഇവിടുന്ന് വാങ്ങാം. കൂടാതെ പ്രിന്റ് ചെയ്ത് നമുക്ക് തരാം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടുന്ന് റെഡിയാക്കി തരും, അതും വളരെ കുറഞ്ഞ വിലയിൽ. ഇതിപ്പോൾ നമുക്ക് എല്ല് പൊടിക്കാനും അതുപോലെ തന്നെ പച്ചക്കൊക്കെ പൊടിക്കാനും ഉപയോഗിക്കുന്ന ഒരു വലിയ മെഷീനാണ്. ഈ മെഷീനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നല്ല രീതിയിൽ നമുക്കൊരു 40 HP ഉള്ള ഒരു വലിയ മോട്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൺവെയറിലൂടെ വലിച്ചു കൊണ്ടുവന്ന് മുകളിൽ നിന്ന് ഒരാൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈബ്രേറ്റർ അത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 മെഷ്, 200 മെഷ്, 400 മെഷ് വരെയുള്ള പ്രൊഡക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് വരികയും ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ കേസിൽ നമ്മൾ എല്ലുപൊടിയും പച്ചക്കക്കയൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ പച്ചക്കക്ക പൊടിച്ച് കെടുക്കുന്നതാണ് നമ്മളിവിടെ കെടുക്കുന്നത്. പച്ചക്കക്കയിൽ നമ്മൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 100 മെഷ് ഉണ്ട്, 200 മെഷ് ഉണ്ട്, 300 മെഷ് ഉണ്ട്, പൗഡർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ കളർ കുറവാണ്. ഈ കളർ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിക്കുന്ന പച്ചക്കക്കയിൽ ഈർപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈർപ്പുള്ളതുകൊണ്ട് കളർ കുറഞ്ഞിരിക്കും. ഇത് നമ്മൾ ഒരു 5, 6, 8, 10 ദിവസം ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഇതിൽ ഈർപ്പം നഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇതിന് കുറച്ചും കൂടി വൈറ്റിഷ് കളർ കയറി വരും. ഇപ്പോൾ പച്ചക്കക്ക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതൊരു 10 ടണ്ണിൽ കൂടുതൽ പച്ചക്കക്ക ഉണ്ടാവും. ഈ 10 ടണ്ണ് പച്ചക്കക്ക പാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത കക്ക നമ്മൾ പൊടിക്കും. ഇതുപോലെ തന്നെയാണ് ഇനി അടുത്ത മിഷനറി അപ്പുറത്ത് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന ചൗമീലാണ്, എല്ല് പൊടിക്കുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ചൗമീലാണ്. ഈ ചൗമീൽ കഴിഞ്ഞാൽ ചൗമീൽ പൊടിക്കുന്ന മിഷനറിയാണിത്. ഇതിൽ നമ്മൾ ശുദ്ധമായ എല്ല് പൊടിച്ചതിന് ശേഷം ആ എല്ലിൽ വരുന്ന മജ്ജയും മാംസവും ചവും അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം ഇട്ട് പൊടിക്കുന്നതാണ്. ഇതും 40 HP ആണ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന മിഷനറി. അതിൽ നല്ല ഡിസെൻഡിക്കേറ്ററാണ്. ആ ഡിസെൻഡിക്കേറ്ററിൽ നിന്ന് പൊടിച്ച് വരുന്ന വൈബ്രേറ്ററിൽ തന്നെ ഈ പറഞ്ഞ മെഷുകൾ പലതുണ്ട്. ആ മെഷീനിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നൈസ് പൗഡറുകളാണ് നമ്മൾ ചൗമീൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ പല കമ്പനികളുണ്ടെങ്കിലും ചൗമീൽ എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കുന്ന ചവും കൂടി കൂട്ടി പൊടിച്ച് പുറത്തിറക്കുന്ന കമ്പനി പറഞ്ഞാൽ ആരുമില്ല എന്ന് തന്നെ പറയാം. കാരണം കർഷകരുടെ നീഡ്, ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് അവന് കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ മൈക്രോ ന്യൂട്രിയൻറ്റുകളും അടങ്ങിയിരിക്കുന്ന എല്ലുപൊടി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു കെമിക്കൽ മൈക്രോ ന്യൂട്രിയൻറ്റ് ചേർക്കുന്നതല്ല. ഇതിൽ മജ്ജയും മാംസവും ചവും അതിൻ്റെ നാക്കും അതിൻ്റെ തൊലിയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊടിഞ്ഞ് ചേർന്ന് വരുമ്പോഴാണ് ഇതിൽ മൈക്രോ ന്യൂട്രിയൻറ്റ് വരുന്നത്. ദിവസം നമുക്കൊരു 8 ടണ്ണ് 10 ടണ്ണ് വരെ പൊടിച്ചെടുക്കാൻ സാധിക്കും. പച്ചക്കറി ആണെങ്കിൽ 30 ടണ്ണ് പൊടിക്കാൻ പറ്റും. എല്ലുപൊടി ആണെങ്കിൽ 40 ടണ്ണ് പൊടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി കർഷകന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ്. കാരണം ഞങ്ങളുടെ കമ്പനി ഇരിക്കുന്നത് വളരെയധികം വലിപ്പമുള്ള ഒരു പ്രദേശത്താണ്. പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ പ്രശ്നങ്ങൾ ദൂരീകരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നു. എല്ലാ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും
പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഓഫീസേഴ്സും ഒക്കെ വരുമ്പോഴും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയാറുണ്ട്. അത് ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. നമസ്കാരം, എൻ്റെ പേര് അൻസാർ എന്നാണ്. അപ്പോൾ കൃപ ഓർഗാനിക്കിൻ്റെ ഇടുക്കി ജില്ലയിലെ ഡീലറാണ് ഞാൻ. അപ്പോൾ വേണുമാഷ് പറഞ്ഞ പോലെ നമുക്ക് ഇടുക്കി ജില്ലയിൽ നമ്മുടെ ഈ കൃപയുടെ ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇടുക്കി അടിമാലി തൊട്ട് അങ്ങ് പീരുമേട് വരെ, അതുപോലെ വാഗമണ്ണ് വരെ എല്ലാ സ്ഥലങ്ങളും ഇടുക്കിയുടെ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് എടുത്തു കൊടുക്കുന്നത്. അതായത് ഒരു ചാക്കാണെങ്കിൽ പോലും 2 ചാക്കാണെങ്കിൽ പോലും എത്രയാണെങ്കിലും നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ജില്ലയിൽ എവിടെയാണെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് എത്തിച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൃപ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇടുക്കിയിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നതായിരിക്കും. ഇതാണ് ജൈവവളങ്ങൾ ക്വാളിറ്റിയിൽ നിർമ്മിച്ച് നൽകുന്ന കൃപ ഓർഗാനിക് എന്ന് പറയുന്ന ഫാക്ടറിയുടെ വിശേഷങ്ങൾ. ഒത്തിരി പേർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരുടെ ആവശ്യമായിരുന്നു ഇതിൻ്റെ ഈ ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കാണണമെന്നുള്ളത്. ഒത്തിരി കർഷകർ മെസ്സേജ് ചെയ്തിരുന്നു. കൂടാതെ കർഷകരുടെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ വില സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല എന്ന കംപ്ലയിൻറ്റ് പറയരുത്. കാരണം 1985 തുടങ്ങിയ കമ്പനിയാണിത്. ഹോൾസെയിലായിട്ടും നമ്മുടെ എക്സ്പോർട്ടിംഗ് ആയിട്ടും ഒക്കെ ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ ബിസിനസ്സിനെ ഇത് ബാധിക്കും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് വിലകൾ പറയാത്തത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വീഡിയോയുടെ നമ്പറിൽ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് MRPയിൽ നിന്നും വളരെയധികം താഴ്ത്തി തന്നെയാണ് ഇവിടെ നിന്നും റീറ്റെയിൽ കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കൃഷി ഏതുമായിക്കൊള്ളട്ടെ, ആ കൃഷിക്ക് വേണ്ട വളം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വളം ഏതാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വളം ഇവിടെ നിന്ന് ഇവർ സജസ്റ്റ് ചെയ്ത് തരും. കൃഷി ചെയ്യുന്ന ഒത്തിരി പേർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.